എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. അങ്ങനെ നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 35ാമത്തെ ദിവസവും ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സാധാരണ വെയിറ്റ് ലോസ് തുടങ്ങിക്കഴിഞ്ഞാൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ ചേഞ്ചസ് വന്ന് തുടങ്ങുന്നുണ്ട്. നമ്മളെ വെയിറ്റ് കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ഇഞ്ചസ് കുറയുന്നുണ്ട്. കൈവണ്ണവും കാൽവണ്ണവും ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പലരും മെലിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ വെയിങ് മെഷീനിൽ നമ്മളൊന്ന് കയറി വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റിൽ യാതൊരു ചേഞ്ചും കാണാനില്ല. ഇത് സാധാരണ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ടെൻഷൻ തരുന്ന ഒരു കാര്യമാണ്. കാരണം ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ഡയറ്റിംഗ് ഒക്കെ ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ കുഞ്ഞുങ്ങളായ സമയത്ത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, 1 കിലോ ഇരുമ്പിനാണോ ഭാരം കൂടുതൽ, അതോ 1 കിലോ പഞ്ഞിക്കാണോ എന്ന്. പഞ്ഞി എന്ന് പറഞ്ഞാൽ കോട്ടൺ. അപ്പൊ നമുക്ക് കൺഫ്യൂഷനാണ് ഏതിനാണ് വെയിറ്റ് കൂടുതൽ എന്നുള്ളത്. എന്തായാലും ഇതിന്റെ ഉത്തരത്തിന് ഇവിടെ വലിയ പ്രസക്തിയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മസിലിനെയും ഫാറ്റിനെയും കമ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്യാണ്. നമ്മളെ മസിലുകൾ ഇരുമ്പിനെ പോലെയാണ്. അതായത് വെയിറ്റ് കൂടുതലാണ്, എന്നാൽ അവയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് സ്ഥലം മാത്രം മതി. എന്നാൽ ഫാറ്റ് അങ്ങനെയല്ല. ഫാറ്റിന് വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നിൽക്കാനായിട്ട് കൂടുതൽ സ്ഥലം വേണം. നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ആണ് ആദ്യം എനർജിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ ഉപയോഗിക്കും. പിന്നീട് നേരെ ഇത് ഫാറ്റിന് എനർജിക്കായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വയറിന്റെ ഭാഗത്തും അല്ലെങ്കിൽ ബാക്കിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റുകൾ ഉരുക്കിയിട്ട് എനർജിക്കായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ ഫാറ്റ് ബേണിംഗ് നടക്കും എന്നർത്ഥം. ഇങ്ങനെ ഫാറ്റ് ബേണിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ സൈഡിലുള്ള ഫാറ്റ് ഒക്കെ കുറഞ്ഞു വരും. എന്നാൽ ഫാറ്റ് പഞ്ഞി അഥവാ കോട്ടനെ പോലെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് വെയിറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇഞ്ചസ് നമുക്ക് കുറയുന്നതായിട്ട് തോന്നുമെങ്കിലും വെയിറ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. എങ്കിലും ചെറിയ രീതിയിൽ വെയിറ്റ് അവിടെ കുറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയം നമ്മൾ എക്സസൈസ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് നമ്മുടെ മസിലിന്റെ റിപ്പയറിനും ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം നമ്മുടെ മസിലുകളിൽ സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. അപ്പം ഈ വെള്ളം സ്റ്റോർ ചെയ്യുമ്പോൾ ഏകദേശം ഫാറ്റ് കുറഞ്ഞതിന് ഈക്വൽ ആയിട്ട് ഉള്ള ഒരു വാട്ടർ ഗെയിൻ ആണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്ര തന്നെ ഭാരം നമ്മൾ മസിലിൽ കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിങ് മെഷീനിൽ നോക്കുമ്പോൾ നമ്മുടെ ഭാരം കുറഞ്ഞതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇത് മാത്രമല്ല, ഫാസ്റ്റിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചും ഇതിനൊരു കാരണമാണ്. അതായത് ഇൻസുലിന്റെ അളവ് വളരെയധികം കുറയുകയും ആ സമയത്ത് ഗ്ലൂക്കോസിനെ നമുക്ക് എനർജിക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഫാറ്റിനെ എനർജിക്കായിട്ട് യൂസ് ചെയ്യുന്നു. എഗെയിൻ നമ്മുടെ ഫാറ്റ് കുറഞ്ഞു വരുന്നു. പക്ഷെ ഇതിന് വെയിറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വെയിങ് മെഷീനിൽ കാണാൻ സാധിക്കില്ല. ഇതേ സമയത്ത് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന 2 ഹോർമോണാണ് ഗ്രലിനും ലെപ്റ്റിനും. ഇവയും ചെയ്യുന്നത് നമ്മളെ ഫാറ്റിനെ ബേൺ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവരെല്ലാം കൂടി നമ്മുടെ ഫാറ്റ് കുറച്ച് കൊണ്ടുവരും. പക്ഷെ ഇതിന്റെ വെയിറ്റ് കുറവായതുകൊണ്ട് നമ്മൾ അറിയണില്ല. എന്നാൽ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ അത് അറിയുകയും ചെയ്യും. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. കോർട്ടിസോൾ സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് കൂടുതൽ വെള്ളത്തെ നമ്മുടെ ശരീരത്തിൽ പിടിച്ചു നിർത്തും. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫാറ്റ് കൊണ്ടുണ്ടാകുന്ന വെയിറ്റ് ലോസ് ഈ വാട്ടർ കൊണ്ടുണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ കൊണ്ട് നമ്മൾ അറിയാതെ പോകും. സോ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ വെയിറ്റ് ലോസിന്റെ സമയത്ത് നമ്മുടെ വെയിറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുതെന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വെയിറ്റ് നോക്കണം എന്നുള്ളത്. അതിന്റെ പ്രധാന കാരണം നമുക്ക് കൺഫ്യൂഷൻസ് ഒഴിവാക്കാനാണ്. നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. ഇങ്ങനെ പെട്ടെന്ന് വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ അത് പിന്നീട് നമ്മളെ ഡയറ്റിംഗ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു ഡയറ്റിംഗ് നിങ്ങൾ കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആയിട്ട് 1-2 ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റും നിങ്ങളുടെ വെയിങ് മെഷീനിൽ തന്നെ കുറഞ്ഞതായിട്ട് കാണിക്കും. സോ ഇപ്പൊ പല ആളുകളുടെയും കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റു, 1/2 ലിറ്ററോളം വെള്ളം കുടിച്ചു. ഇന്ന് എക്സസൈസ് ചെയ്തിട്ടില്ല. 8:40 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഒരു ദോശയും മുട്ടയുടെ ഉപ്പേരിയും സാമ്പാറുമാണ്. 11 മണിക്ക് ഒരു മധുരമിടാത്ത കാപ്പി കഴിച്ചു. ഉച്ചയ്ക്ക് ചിക്കനും സാലഡുകളും കൂട്ടി കഴിച്ചു. അതിനുശേഷം കുറച്ച് ഫ്രൂട്ട്സ് കൂടെ കഴിച്ചു. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സോ ഇന്നത്തെ ഭക്ഷണം അവസാനിച്ചു. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.